നമസ്കാരം. നാളെ ഗുരുവായൂർ ക്ഷേത്രം അതിരാവിലെ തുറക്കുന്നതാണ്. വെളുപ്പിന് 3-ന് നട തുറന്നതിന് ശേഷം പിന്നീട് ക്ഷേത്രനട ദ്വാദശി ദിവസം രാവിലെ 9 വരെ തുറന്നിരിക്കുന്നതുമാണ്. ഭഗവാൻ ഓരോ ഭക്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ സമയം. ഭക്തിയോടെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തിച്ചേരുന്നതായ ദിവ്യ ദിവസം എന്ന് തന്നെ പറയാം. പെട്ടെന്ന് തന്നെ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്ന് ചുരുക്കം. നാളെ വിശേഷാൽ ദശമി വിളക്ക് കൂടിയാകുന്നു. ഇന്നലെ രാത്രി അഷ്ടമി വിളക്കിന് കൊമ്പൻ ഗോകുലിന്റെ പുറത്ത് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. നാളെ ദശമി നാളിൽ പൂജകൾക്ക് മാത്രമേ നട അടയ്ക്കൂ. നാളെ വീടുകളിൽ അതിനാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും നാളെ തെളിയിക്കേണ്ടതായ ദീപം അഖണ്ഡ ദീപമാകുന്നു. അതിരാവിലെ അഥവാ പുലർച്ചെ 3 മണി മുതൽ അഥവാ ബ്രാഹ്മമുഹൂർത്തം മുതൽ ദ്വാദശി രാവിലെ 9 വരെ അഖണ്ഡ ദീപം നിങ്ങൾക്ക് വീടുകളിൽ തെളിയിക്കാവുന്നതാണ്. രാവിലെയോ വൈകുന്നേരമോ നാരായണീയം പാരായണം ചെയ്യുന്നതും ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹ വർഷത്താൽ ജീവിതത്തിൽ സൗഭാഗ്യം വന്ന് ചേരുവാൻ തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ഇനി നാളെ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഇനി പറയും വിധം വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് 5:30 മുൻപായി തന്നെ ഈ കാര്യം ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ മാത്രമേ അടുക്കളയിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പാടൂ. നാളെ കുളിച്ച് ശുദ്ധിയോടെ തന്നെ നിങ്ങൾ അടുക്കളയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുക. നാളെ ദശമിക്ക് മാത്രം വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ നെയ്വിളക്കാണ് എങ്കിലും തെളിയിക്കുവാൻ ശ്രമിക്കുക. ഒട്ടും സാധിക്കാത്തവർ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക. വിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിത്യവും ഇപ്രകാരം ചെയ്യുന്നതും ഉത്തമമാകുന്നു. അതായത് നിത്യവും വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. നാളെ വീടുകളിൽ തീർച്ചയായും തുളസിയില പറിച്ച് വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാരണം ഏകാദശി ദിവസം ഒരിക്കലും തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. കാരണം അതീവ ദോഷകരമാണ്. തുളസി ദേവിയും വ്രതത്തിലായിരിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തുളസിക്ക് ജലം അർപ്പിക്കുകയോ തുളസി പറിക്കുകയോ ചെയ്യുന്നത് അതീവ ദോഷകരമായി തീരും. ഏകാദശി ദിവസം തുളസി സമർപ്പിക്കുന്നത് സകല തടസ്സങ്ങളും ദുരിതങ്ങളും ഒഴിയുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തന്നെ നാളെ തുളസി പറിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ആ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ തീർച്ചയായും നൽകണം. മാമ്പഴം ദശമി നാളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാകുന്നു. ഏകാദശി നാളിൽ ഭഗവാന് പാൽപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. ദ്വാദശി നാളിൽ നിങ്ങൾക്ക് ഫലങ്ങൾ സമർപ്പിക്കാവുന്നതുമാണ്. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. കാരണം ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഭഗവത് പ്രീതി ഇരട്ടിക്കുന്നതിന് അത് സഹായകരമായി തീരും. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ക്ഷേത്ര ദർശനം 2 നേരം നടത്തുന്നതും അതായത് അതിരാവിലെയും കൂടാതെ സന്ധ്യാസമയത്തോ രാത്രിയിലോ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ്. നിങ്ങളിൽ ഭഗവാന്റെ പ്രീതി ഇരട്ടിക്കുന്നതിന് അത് സഹായകരം തന്നെയാകുന്നു. വ്രതം നോൽക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ചെയ്യണം. ഒരിക്കൽ എടുക്കുന്നവരാണ് എങ്കിൽ പോലും ഭഗവാനോട് അനുമതി തേടുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാൽ നാളെ ദർശനം നടത്തി ഭഗവാനോട് അനുമതി തേടുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ഇനി ക്ഷേത്ര ദർശനം സാധിക്കാത്തവരാണ് എങ്കിൽ വീട്ടിൽ വൈകുന്നേരം വെളിച്ചെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ച് ഭഗവാനോട് അനുമതി നിങ്ങൾക്ക് തേടാവുന്നതുമാണ്. ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന വഴിപാട് കൂടി നടത്തി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തേതായ വഴിപാട് ഭാഗ്യസൂക്തമാകുന്നു. ഭാഗ്യസൂക്തം നടത്താം. കൂടാതെ പാൽപായസം നാളെ ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു.
കൂടാതെ തുളസിമാല കൂടി ഭഗവാന് ചാർത്തുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാട് തന്നെയാകുന്നു. ഏകാദശി നാളിലാണ് ഈ വഴിപാട് ഷീട്ടാക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏകാദശി ദിവസം ഈ വഴിപാട് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നാളെ ഭഗവാന് വിളക്ക് തെളിയിക്കുമ്പോൾ തുളസി സമർപ്പിച്ച് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവരാണ് എങ്കിൽ തുളസിമാല ഭഗവാന് നാളെ ചാർത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. എന്നാൽ തുളസിമാലയുടെ ഇറക്കം ഭഗവാന്റെ പാദങ്ങൾ വരെ ഉണ്ടാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. കൂടാതെ നാളത്തെ ദിവസം ഇപ്രകാരം സമർപ്പിക്കുന്നതിനോടൊപ്പം മഞ്ഞ പുഷ്പം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. നാളെ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കൂടാതെ നാളെ തുളസിത്തറ വൃത്തിയാക്കുക എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. അതിനാൽ തീർച്ചയായും ആ കാര്യവും ചെയ്യുക. നാളെ ഒന്നിനും സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു തുളസിയിലെങ്കിലും ഭഗവാന്റെ കാൽപാദങ്ങളിൽ വച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമായി മാറും. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു. മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നാളെ ഈ പരാമർശിക്കാൻ പോകുന്ന മന്ത്രം ജപിക്കുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതിനോടൊപ്പം ദുഃഖങ്ങളും ദുരിതങ്ങളും പാപനാശവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ആ മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്നാണ് മന്ത്രം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്നാണ് മന്ത്രം. വസുദേവ പുത്രനും ഭക്തരുടെ പാപങ്ങളെ ഹരിക്കുന്നവനും പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുന്നവനും സകല ചരാചരങ്ങൾക്കും ആശ്രയവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴും നമിക്കുന്നു എന്നാണ് അർത്ഥം. അതിരാവിലെ ശുദ്ധിയോടെ നിലവിളക്ക് തെളിയിച്ച് 108 തവണ ജപിച്ചാൽ വേഗത്തിൽ ഫലസിദ്ധി വന്നു ചേരും എന്നാണ് പറയുക. മക്കളുടെ ഉയർച്ച ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നതാകുന്നു. തീർച്ചയായും അമ്മമാർ പ്രത്യേകിച്ചും ഈ മന്ത്രം ജപിക്കുന്നത് മക്കളുടെ ഉയർച്ചയ്ക്ക് സഹായകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ നാളെ പുഷ്പം, തുളസിക്കതിർ, ചെത്തി, മന്ദാരം, പിച്ചകം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ കാര്യങ്ങൾ തന്നെയാണ്. ഏവരും ഈ കാര്യം ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ നാൾക്ക് നാൾ ഐശ്വര്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ്.